നിങ്ങൾക്കൊരുപാട് ഡ്രീംസുണ്ട്, നിങ്ങൾക്കൊരുപാട് ഗോൾസുണ്ട്. നിങ്ങളതിനു വേണ്ടി എല്ലാം പ്ലാൻ ചെയ്യുന്നു, അതിനെക്കുറിച്ച് മുഴുവൻ പഠിക്കുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്തുകൂടാത്തതെല്ലാം. എല്ലാ പ്ലാനിങ്ങും ടു ഡു ലിസ്റ്റും എല്ലാം ഉണ്ടാക്കി. പക്ഷേ ആക്ഷൻ എടുക്കാൻ വരുന്നൊരു സമയത്ത് മാത്രം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ആക്ഷൻ പാർട്ട് വരുമ്പോൾ മാത്രം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാര്യവും നിങ്ങൾക്ക് പ്ലാനിങ് ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാര്യം പ്ലാൻ ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് മിനിമം ഒരു നോളജ് വേണം. അപ്പോൾ ആദ്യം അതിനെക്കുറിച്ച് മാക്സിമം എല്ലാം അറിയണം. അപ്പം നിങ്ങൾ അറിഞ്ഞു, നിങ്ങൾ പ്ലാൻ ചെയ്തു. അതൊരുപാട് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചു എന്നാൽ പ്ലാൻ ചെയ്യണ്ട, നേരെ ഇറങ്ങി അങ്ങ് ചെയ്യാമെന്ന്. അങ്ങനെ ഇറങ്ങി ചെയ്യാൻ നിൽക്കുമ്പം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയും കിട്ടുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യുന്നത്, എന്തിനാ ചെയ്യുന്നതെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ പ്ലാൻ ചെയ്യാതിരിക്കാനും വയ്യ, എന്നാൽ ചെയ്താൽ അതിനു വേണ്ടി തന്നെ ഒരു ഹാഫ് ഡേ പോകുന്നൊരവസ്ഥ. നിങ്ങളിതിനോടൊക്കെ റിലേറ്റ് ചെയ്തോ? നിങ്ങളിതിനോടൊക്കെ റിലേറ്റ് ചെയ്തെങ്കിൽ മോസ്റ്റ്ലി യു ആർ ആൻ ഓവർ തിങ്കർ. ഒരു ഓവർ തിങ്കർ ആണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ സമയത്തിനുള്ളത് അറിയാമായിരിക്കും അല്ലേ? കാരണം യു ഓവർ തിങ്ക്, യു ഓവർ പ്ലാൻ, യു ഓവർ അനലൈസ് ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. സോ ഉറപ്പായിട്ടും ഈ ഒരു സമയത്തിനുള്ളിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കറിയാം നിങ്ങളൊരു ഓവർ തിങ്കർ ആണെങ്കിൽ. ഈ വീഡിയോ ഒരിക്കലും ഓവർ തിങ്കിങ് എങ്ങനെ മാജിക്കലി കുറയ്ക്കാം, നിങ്ങൾക്ക് എങ്ങനെ ഓവർ തിങ്കിങ് ഇല്ലാതാക്കാം എന്നൊന്നും പറയാനല്ല. നോ, അങ്ങനെ മാജിക്കലി ഇല്ലാതാക്കാനുള്ളൊരു റെസിപ്പി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും അത് ചെയ്ത് മാറ്റിയേനെ അല്ലേ? അങ്ങനെ മാജിക്കലി ഒന്നും ചെയ്യാൻ പറ്റില്ല. വളരെ ടൈനി സ്റ്റെപ്സിലൂടെ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ദിസ് ഈസ് എ വീഡിയോ ടു ജസ്റ്റ് സേ ഐ ഫീൽ യു, ഐ സീ യു ആൻഡ് ഇറ്റ്സ് എ റിയൽ തിങ്. ഇറ്റ്സ് നോട്ട് ലേസിനെസ്. ഇത് ലേസിനെസ് അല്ല. നിങ്ങൾ ചുറ്റുമുള്ളവർ നിങ്ങളെ ലേസി എന്നായിരിക്കുമല്ലേ വിളിക്കുന്നത്. ബട്ട് ദിസ് ഈസ് നോട്ട് ലേസിനെസ്. അവർക്കറിയില്ല, അവർ വെറുതെ പോയി ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ എത്രമാത്രം മെൻ്റൽ എനർജി അതിലോട്ടിട്ടാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ടാസ്ക് ചെയ്ത് കിട്ടുക എന്ന്. ദേ നെവർ നോ. കാരണം അവർക്ക് ആ മെൻ്റൽ എനർജിയുടെ ആവശ്യം വരുന്നില്ല. അവർ ആ കാര്യം കൂടെ ആ ആക്ഷനിലോട്ടാണ് ആ എനർജിയും കൊണ്ടിരുന്നത്. സോ അവർക്ക് ആ കാര്യം ചെയ്ത് കിട്ടുന്നു. നമ്മൾ ഒരുപാട് മെൻ്റൽ എനർജി അതിൻ്റെ പുറകെ ഇടുന്നതുകൊണ്ട് ആക്ഷൻസ് വളരെ ഡിലേയ്ഡ് ആയിട്ടാണ് അത് ചെയ്യുന്നതും. അതുമാത്രമല്ല, ചെയ്തു വരുമ്പോൾ നമുക്ക് അവരുടെ ആ ഒരു പേസിനൊപ്പമോ അല്ലെങ്കിൽ ഒന്നിൻ്റെ ഒപ്പമോ നമുക്ക് എത്തിച്ചേരാനും പറ്റുന്നില്ല. ഈ വീഡിയോ ഓവർ തിങ്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ടു സേ ദാറ്റ് യു ആർ നോട്ട് ലേസി. ഇറ്റ്സ് നോട്ട് അബൌട്ട് ലേസിനെസ്. നിങ്ങളല്ലാത്തൊരു സാധനം നിങ്ങൾ ഫിക്സ് ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല. നിങ്ങൾ ലേസി ആയതുകൊണ്ടല്ല നിങ്ങൾക്കിത് സംഭവിക്കുന്നത്. ഇറ്റ്സ് ബിക്കോസ് യുവർ ബ്രെയിൻ ഈസ് വർക്കിംഗ് ഓവർ ടൈം. നിങ്ങളുടെ ബ്രെയിൻ ഓവർ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അതിലൂടെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എനർജി ലോസ് ഉണ്ടാകുന്നുണ്ട്. ആക്ഷൻ ഓറിയൻറ്റഡ് അല്ലാതെ തന്നെ നിങ്ങളുടെ ഒരുപാട് എനർജി ആ ഒരു രീതിയിൽ തന്നെ ലോസ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് യു ഫീൽ ഡ്രെയിൻഡ് മോസ്റ്റ്ലി. മെൻ്റൽ എക്സോഷൻ ഈസ് റിയൽ. മെൻ്റൽ എക്സോഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ശരിക്കും ഉള്ളതാണ്. ഇറ്റ്സ് നോട്ട് സംതിങ് വി മേക്കപ്പ്. നമ്മൾ ഉണ്ടാക്കി പറയുന്നൊരു കാര്യമല്ല. സോ ദിസ് ഈസ് റിയൽ. ഫസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇഫ് യു ആർ ആൻ ഓവർ തിങ്കർ, സ്റ്റോപ്പ് കോളിങ് യുവർ സെൽഫ് ലേസി, ബിക്കോസ് യു ആർ നോട്ട്. ഇറ്റ് ഈസ് നോട്ട് ലേസിനെസ്. ഒരു അടുത്ത കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇഫ് യു ആർ ഓവർ തിങ്കർ, ഗീവ് യുവർ സെൽഫ് ക്രെഡിറ്റ് വെൻ യു ട്രൈ. നിങ്ങളൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പം അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പം യു ഗീവ് യുവർ സെൽഫ് ക്രെഡിറ്റ്. നിങ്ങളത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കൊടുക്കുക. കാരണം ഇറ്റ്സ് നോട്ട് ഈസി. ഇത് ഈസി അല്ല. ഇത് ഈസി അല്ല. കാരണം ഒരു കാര്യം ശ്രമിക്കുമ്പം അതിൻ്റെ പുറകിലൊരു 100 സ്റ്റെപ്സ്, ആരും കാണാത്തൊരു 100 സ്റ്റെപ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു കാര്യം ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് അത്രയേറെ എഫേർട്ട് ഇടുന്നതുകൊണ്ട് തന്നെയാണ്. അത്രയും കടമ്പകൾ നിങ്ങൾ കടന്നു വന്നതാണ്. ചിലപ്പോൾ നോക്കുമ്പോൾ ചെറിയൊരു കാര്യമായിരിക്കാം, പക്ഷെ അത്രയും ഒരു മെൻ്റൽ എഫേർട്ട് നിങ്ങൾ അതിൻ്റെ പുറകിലിടുന്നുണ്ട്. സോ നിങ്ങളെ തന്നെ ഹേറ്റ് ചെയ്യുന്നതിന് പകരം, നിങ്ങളെ തന്നെ ബ്രൈറ്റ് ചെയ്യുന്നതിന് പകരം, give yourself credit when you do something or you get done something or when you try. Next thing you can do as an overthinker is keep a tracker when you try or do something. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പം നിങ്ങൾ അതിലൊരു ട്രാക്കർ വെക്കുക. ഓരോ ദിവസവും നിങ്ങൾ എന്തുമാത്രം ഒരു കാര്യം ചെയ്തു എന്നുള്ളത്. ഇതിപ്പം ന്യൂ ഇയർ ആണ്. അപ്പം ഒരു ഓവർ തിങ്കർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് തോന്നുക നിങ്ങളൊന്നും ചെയ്തില്ലെന്ന് തന്നെയാണ്. കാരണം നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ച കുറേ കാര്യങ്ങൾ ഫെയിലായിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ച ഒരുപാട് കാര്യങ്ങൾ പാതി വഴി നിർത്തി നിങ്ങൾ തന്നെ പോന്നിട്ടുണ്ടാവും. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കീപ് ട്രാക്ക് ഓഫ് ദോസ് തിങ്സ്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ, ഒരു ന്യൂ ഇയറിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എക്സിസ്റ്റൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇതുപോലെയുള്ള ടൈംസിൽ
നമുക്കത് തിരിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും, യെസ്, ഈ ഒരു വർഷം ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഓരോ ദിവസവും ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ഇത്ര പ്രോഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അത് നിങ്ങളെ ഉറപ്പായിട്ടും നിങ്ങളെ തന്നെ കുറച്ചുകൂടി സ്നേഹിക്കാനും നിങ്ങളുടെ എഫേർട്ടിനെ നിങ്ങൾക്ക് തന്നെ കുറച്ചുകൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കൊണ്ടുവരാനും പറ്റും. നിങ്ങളെ അതിന് ഹെൽപ്പ് ചെയ്യും. സോ കീപ് ട്രാക്ക് ഓഫ് എവറിത്തിങ് യു ഡു. അടുത്തൊരു കാര്യമാണ് ഡീക്ലട്ടർ ആസ് മച്ച് ആസ് യു ക്യാൻ ഇൻ യുവർ ലൈഫ്. ക്ലട്ടർ എന്ന് പറയുന്നത് ഒരു ഓവർ തിങ്കറിന് എക്സ്ട്രാ സ്റ്റിമുലേഷനും എക്സ്ട്രാ ആയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. ലൈഫിൽ എന്ത് ടൈപ്പ് ക്ലട്ടർ ആയിക്കോട്ടെ, അത് ഫിസിക്കൽ സ്പേസിലുള്ള ക്ലട്ടർ ആവാം, അല്ലെങ്കിൽ മെൻ്റലി ഉള്ള ക്ലട്ടർ ആവാം, നമ്മുടെ ലൈഫിലുള്ള ഹ്യൂമൻ ബീങ്സ്, നമ്മുടെ ലൈഫിലുള്ള പീപ്പിളിനെ വെച്ചിട്ടുള്ള ക്ലട്ടർ ആവാം. ഏത് രീതിയിലുള്ള ക്ലട്ടർ ആണെങ്കിലും ഒരു ഓവർ തിങ്കറിനെ സംബന്ധിച്ച് അതൊരു ഭയങ്കര എക്സ്ട്രാ മെൻ്റൽ പ്രഷർ ആൻഡ് മെൻ്റൽ എനർജി എടുക്കുന്ന ഒരു കാര്യമാണ്. ഒരു ക്ലട്ടറിൻ്റെ ഉള്ളിൽ ഒരിക്കലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ത്രൈവ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഡീക്ലട്ടർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ റൂമിൽ ഒരുപാട് ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക. നിങ്ങളുടെ റൂം ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്പേസ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഇത് ഞാൻ വേറെ ആരെയും, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നിങ്ങൾക്ക് മേക്ക് സെൻസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളത് പുട്ട് ടുഗദർ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ലാത്ത എനർജി ഡ്രെയിൻ ചെയ്യുന്ന ആൾക്കാർ, ഇതിലൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഓൾറെഡി ഒരു സൈഡിൽ കൂടെ എനർജി ഡ്രെയിൻ ആവുന്നുണ്ട് വിത്ത് ഓൾ ദ ഓവർ തിങ്കിങ്, വിത്ത് ഓൾ ദ മെൻ്റൽ ലോഡ്. സോ നിങ്ങൾക്ക് വേറെ രീതിയിൽ ഓവർ തിങ്ക് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ക്ലട്ടറായി സമയം കളയാനായിട്ടില്ല. സോ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ലാതെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന പീപ്പിളോ സറൗണ്ടിങ്സിലുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ഈവൻ മെൻ്റൽ സ്പേസിലുള്ള കാര്യങ്ങളോ ഒക്കെ മാക്സിമം ഡീക്ലട്ടർ ചെയ്യാൻ ശ്രമിക്കാം. മെൻ്റൽ സ്പേസിലെ കാര്യങ്ങൾ ഡീക്ലട്ടർ ചെയ്യാനുള്ളൊരു ബെസ്റ്റ് വേ ആണ് ജേർണലിങ്. അപ്പോൾ ജേർണലിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജേർണലിങ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആസ് യു ലൈക്ക് അത് ചെയ്യുക. സോ അവിടെയും കുറച്ച് ഡീക്ലട്ടർ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ബൈ ഡീക്ലട്ടറിങ് നമുക്ക് കുറേയൊക്കെ ഈ ഒരു ഓവർ തിങ്കിങ്ങിനെ നമ്മളെ അത്ര എക്സോസ്റ്റ് ചെയ്യാതെ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് എനിക്ക് പറയാനുള്ളത്, സ്റ്റോപ്പ് ഹേറ്റിംഗ് യുവർ സെൽഫ് ഫോർ നോട്ട് ഡൂയിങ് തിങ്സ് ജസ്റ്റ് ആസ് അതേഴ്സ്. മറ്റൊരാൾ ഈ ഓവർ തിങ്കിങ്ങോ അല്ലാതെ ഇങ്ങനൊരു പ്രശ്നമില്ലാത്ത ഒരാൾ ചെയ്യുന്ന അതേപടി ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതിൽ സ്റ്റോപ്പ് ഹേറ്റിംഗ് യുവർ സെൽഫ്. നിങ്ങൾക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ വരുന്നൊരു മെൻ്റൽ എനർജി, ആ ഒരു കാര്യം അവർക്ക് വരുന്നില്ല. അപ്പോൾ ഓഫ് കോഴ്സ് അവർക്ക് നിങ്ങളെക്കാൾ മുന്നേ കാര്യം ചെയ്ത് തീർക്കാൻ പറ്റും. ഓഫ് കോഴ്സ് അവർക്ക് നിങ്ങളെക്കാൾ ഒരു പടി മുന്നിൽ തന്നെ നിൽക്കാൻ പറ്റുന്നുണ്ടാവും. ബട്ട് യു ആർ ഡീലിംഗ് വിത്ത് സംതിങ് എൽസ് ഓൾസോ. ഓവർ തിങ്കിങ് ഉറപ്പായിട്ട് കുറയ്ക്കാൻ പറ്റുന്ന കാര്യമാണ് വിത്ത് ജേർണലിംഗ്, വിത്ത് മെഡിറ്റേഷൻ, വിത്ത് മെനി അതർ പ്രാക്ടീസസ്. ലൈഫിൽ ഓവർ തിങ്കിങ് നമുക്ക് മാനേജ് ചെയ്യാവുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഉറപ്പായിട്ടും മറ്റൊരാളെപ്പോലെ എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു തോട്ടിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. ഓവർ തിങ്കിങ് അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണെന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി ചിന്തിക്കുന്ന ഒരാളാണെന്നുള്ളത് ചിലപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് എന്നെക്കുറിച്ച് ഇഷ്ടമുള്ളൊരു പാർട്ടാണ്. ഞാൻ മറ്റുള്ളവരെക്കാളല്ല, എൻ്റെ കൂടെയുള്ള ഒരുപാട് പേരെക്കാളും കൂടുതൽ ചിന്തിക്കുന്ന ഒരാളാണ്. അത് ഏത് കാര്യത്തിനെക്കുറിച്ചായിക്കോട്ടെ, ലൈഫിനെക്കുറിച്ച്, എൻ്റെ ലൈഫിലെ മൊറാലിറ്റീസിനെ പറ്റി ഞാൻ എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യും. ഞാൻ എല്ലാത്തിനെക്കുറിച്ച് തിങ്ക് ചെയ്യും. സോ എൻ്റേതല്ലാത്തൊരു ബയസ്ഡ് ചിന്താഗതി പോലും എനിക്കിപ്പോൾ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനൊക്കെ ഞാൻ എൻ്റെ ഓവർ തിങ്കിങ്ങിനോട് തന്നെയാണ് കടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഓവർ തിങ്കിങ് എപ്പോഴും അങ്ങനെ മോശം കാര്യമൊന്നുമല്ല. ഓവർ തിങ്കിങ് കൊണ്ട് എനിക്ക് ഗുണങ്ങളുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഞാൻ ഈ ഓവർ തിങ്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിട്ടും ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ, ഒരു പണി വരുന്നുണ്ടെങ്കിൽ നമുക്കത് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം നിങ്ങൾ മാക്സിമം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വേറെ വഴികളിൽ കൂടെ ഒന്നും അത് ചിന്തിക്കാനില്ല. ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും നിങ്ങൾ നേരത്തെ തന്നെ കാണാറുണ്ട്. നിങ്ങൾക്ക് അതിനൊന്നെങ്കിൽ മെൻ്റലി പ്രിപ്പയർഡ് ആവാൻ പറ്റാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവാറുണ്ട്. അപ്പം ഓവർ തിങ്കിങ് അത്ര മോശം കാര്യമൊന്നുമല്ല. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ടൈംസും ഉണ്ട്. അറ്റ് ലാസ്റ്റ് നിങ്ങളുടെ ഓവർ തിങ്കിങ് നിങ്ങൾ ഓരോ കാര്യവും എത്ര കെയറോടെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫും കൂടെയാണ്. നിങ്ങൾ ഓരോ ചെറിയ കാര്യം ചെയ്യുമ്പോഴും
നിങ്ങൾ അത്ര കെയറോടെ, അത്ര പ്രിസിഷനോടെ, അത്ര പെർഫെക്റ്റായിട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടെയാണ് നിങ്ങളുടെ ഓവർ തിങ്കിങ്. നിങ്ങളുടെ ഓവർ തിങ്കിങ് ഒരു ഫ്ലോ മാത്രമൊന്നുമല്ല. നിങ്ങളുടെ ഓവർ തിങ്കിങ് നിങ്ങൾ ചെയ്യുന്ന എത്രയോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നു, നിങ്ങളത് പെർഫെക്റ്റായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടെയാണ്. സോ ഡോണ്ട് ഹേറ്റ് യുവർ സെൽഫ് സോ മച്ച് ഫോർ ഓവർ തിങ്കിങ്. ഇതൊരിക്കലും ഓവർ തിങ്കിങ്ങിനെ പോസിറ്റീവായിട്ട് കാണിക്കുമല്ല, പക്ഷേ അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന ചെറിയ 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 കാര്യങ്ങൾ, ചെറിയ 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 ഗുണങ്ങൾ, നിങ്ങളെ തന്നെ സെൽഫ് ഹെയ്റ്റ് ചെയ്യാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ശ്രമിക്കുക. അപ്പം ഓവർ തിങ്കിങ് അങ്ങനെ മൊത്തത്തിൽ കുറ്റം പറയേണ്ട ഒരു കാര്യവും അല്ല. ഓവർ തിങ്കിങ് ആണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഓവർ തിങ്കർ ആണ് എന്നതുകൊണ്ട് നിങ്ങളൊരിക്കലും നിങ്ങളെ ഹെയ്റ്റ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്. ആൻഡ് നമ്മൾ ഇത് വെച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഒരുപാട് വർഷമായി. യു ഹാവ് ഗോട്ട് ദിസ്. നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഓവർ തിങ്കിങ് കുറയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഓവർ തിങ്കിങ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനൊരു പോസിറ്റീവ് രീതിയിൽ മാത്രം കൊണ്ടുപോകാൻ പറ്റും. പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് ഗുണങ്ങളുണ്ട്, ഒരു കാര്യം അനലൈസ് ചെയ്യുന്നത് കൊണ്ട് ഗുണങ്ങളുണ്ട്, ഒരാളെ അനലൈസ് ചെയ്യുന്നത് കൊണ്ട് ഗുണങ്ങളുണ്ട്. അത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഫോഴ്സി ചെയ്യാൻ സഹായിക്കും. അത് നിങ്ങൾക്ക് ഒരുപാട് കൂടുതൽ ഡെപ്ത് തരും. സോ ഓവർ തിങ്കിങ് അങ്ങനെ മൊത്തത്തിൽ ഒരു മോശം കാര്യമൊന്നുമല്ല. ഇറ്റ് ഗിവ്സ് യു ഡെപ്ത്. ആൻഡ് ഡോണ്ട് ഹേറ്റ് യുവർ സെൽഫ് ഫോർ ബീയിങ് ആൻ ഓവർ തിങ്കർ.